ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബി ആർ ഗെയിം പ്ലേ ആണ്. അപ്പോൾ നമ്മളിന്ന് 3 പേരുള്ളൂ. സ്ക്വാഡ് ആരല്ല കളിക്കണേ. അപ്പോൾ വേറെ ആരെങ്കിലും ഓട്ടോ മാച്ച് ഓഫ് ആയിട്ടില്ല, വേറെ ആരെങ്കിലും കയറിക്കോളും. അപ്പോൾ ഗൈസ് നമുക്ക് ഗെയിം പ്ലേയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ വോയിസ് ചേഞ്ചർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണോ വേണ്ടേ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ ഈ ഗെയിം പ്ലേയും കൂടി വോയിസ് ചേഞ്ചർ ഇടുന്നുണ്ട്. വേണ്ടെങ്കിൽ നിങ്ങൾ താഴത്തുനിന്ന് കമൻറ്റ് ചെയ്യുക, എൻ്റെ ഒറിജിനൽ വോയിസ് ഇടുക. അതല്ലെങ്കിൽ നമുക്കിങ്ങനെ വോയിസ് ചേഞ്ച് വെച്ച് കളിക്കാം. ഗൈസ് അപ്പോൾ 4 പേര് ആയിട്ടുണ്ട്. ഏതൊരു ബംഗാളിയാന്ന് തോന്നുന്നു. നമ്മളപ്പോൾ നമ്മുടെ കൂടെ കളിക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നത്, നല്ല കളിച്ചോളായിരിക്കും. അപ്പോൾ നമ്മളിന്ന് ഇറങ്ങാൻ പോകുന്നത് മില്ലിലാണ്. ബെർമുഡ മാപ്പാണ് നമുക്ക് വന്നേക്കണേ. മില്ലിലാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഗണ്ണ് കിട്ടിയില്ലെങ്കിലാണ് പണി കിട്ടാൻ പോണേ ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളപ്പോൾ മില്ലിൽ ഇറങ്ങിയിട്ട് എനിമീനൊന്നും സ്കാനറിൽ അങ്ങനെ കാണിക്കുള്ള എനിമി ഇല്ല ഗൈസ്. ഇവിടെ ഒറ്റ എനിമി ഇറങ്ങാനുള്ള, അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും മില്ലിൽ ഫുള്ള് സ്കോഡായിരിക്കും. ഇപ്പം എനിമി ഇല്ല. നമുക്ക് ഇറങ്ങിയപ്പോൾ തന്നെ UMP കിട്ടി. അതേപോലെ തന്നെ അവിടെ ഒരു മെഡ് ഉണ്ട്, അത് അവനെടുത്തെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് പിന്നെ UMP തന്നെ കിട്ടിയ ഗൈസ്. അപ്പോൾ ലെവൽ 1 സ്കാർ കിട്ടി, അതേപോലെ ഒരു മെഡ് കിട്ടി, ഫാനും കിട്ടി, UMPയുടെ ഉണ്ട്. പിന്നെ നമുക്കൊരു പരാഫിൽ വേണ്ട, സ്കാർ ലെവൽ 1 മതിയാവും. നമുക്കൊരു സ്കോപ്പ് വാങ്ങാറുന്നല്ലേ, AC80 വേണ്ട, അതൊരു സൂല. SMG വേണ്ട. XM80 ഉണ്ട്, പക്ഷേ XM80 വെച്ച് അടിച്ചതിന് ഇപ്പോൾ കയറാറില്ല ഗൈസ്. വുഡ് പക്കർ അടിയാവും. വുഡ് പക്കർ അടിപൊളിയാണ്. വുഡ് പക്കറിനൊരു സൈലൻസോടും കിട്ടിയ അടിപൊളിയാവും. പിന്നെ M4A1 ഒന്നും വേണ്ട, ലെവൽ 1 ആണെങ്കിലും നമുക്ക് ആണ്. UMP എനിക്ക് സ്കിന്ന് ഞാൻ ഇടാൻ മറന്നുപോയി. തോമസിന് എടുക്കാം, അതാകുമ്പോൾ ഡ്രാഗ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും കയറും. ഇവിടെ ഇപ്പം അങ്ങനെ കാര്യമായിട്ട് വലിയ ലൂട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ടോക്കണും കൂടി വരക്കി ഈ ബാഗ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ടീമേറ്റ് നോക്കായിട്ടുണ്ട്. അവൻ ഒരുത്തനെ ഡൗൺ ചെയ്തെന്ന് പറഞ്ഞേ, പക്ഷേ നമുക്ക് അവിടെ എത്തുന്നതിൽ കൂടി അവൻ ചാവും. 245 മീറ്റർ അപ്പുറത്താണ്. അപ്പോൾ നമുക്ക് അവനെ റിവൈവ് ചെയ്യാം. നമ്മളിൽ 400 ടോക്കൺ ഉണ്ട്, നമുക്ക് അവനെ റിവൈവ് ചെയ്ത് പൊക്കിയിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ 200 കൂടിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവൻ്റെ അടുത്തേക്ക് അവൻ അവിടെ തന്നെ പോയി ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവൻ്റെ അടുത്തേക്ക് തന്നെ പോവാം ഗൈസ്. അതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇവിടെ ഒരു AK-47 വേണ്ട. പിന്നെ നമുക്കൊരു പിയർ കിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ലെവൽ 1 സ്കാർ തന്നെ, അത് വേണ്ട. ബാഗ് പിന്നെ ലെവൽ 1 സ്കാർ അത് വേണ്ട ഗൈസ്. അത് തന്നെ ഫുള്ള് നമ്മൾ അപ്ഗ്രേഡ് ചെയ്താലും ടോക്കൺ തീരുള്ളൂ ഗൈസ്. മില്ലിൽ ഒരുപാട് ലൂട്ടില്ല. നമുക്കപ്പോൾ മേളിലേക്ക് പോവുക, ലുട്ടാപ്പിയുടെ അടുത്തേക്ക് പോവുക. അവനാണെങ്കിൽ നല്ല അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവനമ്മ ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് റിവൈവ് ചെയ്തുള്ളൂ. പിന്നെയും അവൻ അവിടെ തന്നെ പോയി ഇറങ്ങി അവരോട് റിവെഞ്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മേളിലേക്ക് കയറി നമുക്ക് സപ്പോർട്ട് കൊടുക്കാം ഗൈസ്. ഇവന്മാരാണെങ്കിൽ വന്നില്ല. അപ്പോൾ ഇവന്മാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവന്മാർ വന്നോളൂ, നമുക്ക് പോവാം. ഇവിടെ ഒരുപാട് ലൂട്ടുമില്ല ഗൈസ്. നമ്മളിപ്പോൾ മേളിലേക്ക് കയറണം. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു ലെവൽ 1 സ്കാർ വേണ്ട, എസ്കേസ് വേണ്ട, വുഡ് പക്കറ നല്ലത്. അപ്പോൾ നമുക്ക് മേളിലേക്ക് കയറി പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ മില്ലിൽ ആവശ്യത്തിൽ കൂടുതൽ ലൂട്ട് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ അതിന് ഇവിടെ വന്നപ്പോൾ ലൂട്ട് ബോക്സ് കിട്ടി. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടി ഒരു കില്ലെടുത്തായിരുന്നു, അതിൻ്റെ ലൂട്ട് ബോക്സ് ആണിത്. അവിടെ നിന്ന് നമ്മൾ MP5 ലെവൽ 1 എടുത്ത്. അപ്പോൾ അതേ അവിടെ ഒരു ലോങ്ങിൽ റിവൈവ് ചെയ്യുന്നുണ്ട്, അവിടെ പോകാമെന്ന് ഓർത്താലും പക്ഷേ ഇപ്പോൾ തന്നെ റിവൈവ് പോയിൻ്റ് തീരും. ഇതൊക്കെ റിവൈവ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിട്ട് റിവൈവ് ചെയ്തതാണ്. അതുകൊണ്ട് നമ്മൾ ഓടി എത്തിയാലും അടിക്കാൻ പറ്റൂല. നമുക്ക് സൈബർ എയർബോർഡ് ഒരു വണ്ടി കിട്ടിയെങ്കിൽ ഒരു വണ്ടി വേണ്ടി, പക്ഷേ നമുക്കവിടെ MP40 എടുക്കാം. MP40 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. MP40 വെച്ച് കളിച്ച് നോക്കാം. MP40 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. MP40 വെച്ച് നമുക്ക് കളിക്കാം. അപ്പോൾ നമ്മൾ MP40 എടുത്ത് അപ്പോൾ നോക്കുമ്പോൾ ലോങ്ങിൽ നമ്മുടെ 4 നമ്പർ AK-ലുട്ടാപ്പിൻ്റെ അടുത്ത് എനിമിയുണ്ട്. അപ്പോൾ അവിടെ പോയി അടിക്കുക നോക്കണം. അപ്പോൾ സൈബർ ഡ്രോപ്പ് ലൂട്ട് ചെയ്യേണ്ടി, എനിമി സൈബർ ഡ്രോപ്പ് ലൂട്ട് ചെയ്യേണ്ടി ഗൈസ്. നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് പോവാം. ജീപ്പും കൊണ്ട് നമുക്ക് പോവാം. അപ്പോൾ 3 നമ്പർ എന്നെ വിളിച്ചിട്ടും പോകാമെന്ന് ഉറപ്പാണ്. അപ്പോൾ അവനാണെങ്കിൽ അവൻ വന്നില്ലാന്ന്. സൈലൻസർ കിട്ടി ഗൈസ്. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു സൈലൻസർ. അപ്പോൾ സൈലൻസർ അവൻ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്.
അവനെയും കൊണ്ട് പോകാൻ ഓർത്ത് അവനത് ലൂട്ട് ചെയ്തിട്ട് വരാമെന്ന് പറയണം ഗൈസ്. അവൻ ലൂട്ട് ചെയ്തിട്ട് നമുക്ക് അപ്പോഴും പോവാം. അവിടെ ഫുൾ ഫൈറ്റാണ് ഗൈസ്. അപ്പം നമ്മൾ അവനെ കൊണ്ട് പോയില്ലെങ്കിൽ നമ്മൾ ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ വെറുതെ ചാവണ്ട. പെട്ടെന്ന് അവനും കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ 2 പേരുണ്ട് നമ്മുടെ ഗൈസ്. ഇവിടെ എനിമി ഉണ്ട്. എനിക്ക് ഫുഡ് സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. നമുക്കിവിടെ സാൻഡേനിയോട് ഇടാം. എന്നിട്ട് നമുക്ക് കയറി ചെല്ലാം. അതിനാ ഗൈസ്. അവൻ അങ്ങോട്ട് പോയല്ലോ. ഇവന് എവിടെ പോയി? മാഞ്ഞോയാ കാണില്ല ഗൈസ്. അവൻ്റെ അടുത്ത് ഫുഡ് സ്റ്റെപ്പ് ഇല്ലല്ലോ ഗൈസ്. ഇവനെവിടെ പോയി ഗൈസ്? അതിനാ ഗൈസ്. ഇപ്പോൾ നമ്മൾ ചത്തേന്. ഫുള്ള് കവർ ചെയ്യുക. എന്നിട്ട് ഒരു മെഡ് അടിക്കുക. അവനത് എറിയുന്നുണ്ട് ഗൈസ്. ഗ്രനേഡ് എറിയുന്നുണ്ട്. നമ്മൾ ബ്ലൂ വാൾ ഇട്ടേക്കാം. അവൻ നമ്മളെ ടീം എടുത്തിട്ടുണ്ട്. ടീം നമ്മളെ സെറ്റാണ്. നമ്മൾ സപ്പോർട്ട് തന്നെ ടീമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ ഗൈസ്, നമ്മൾ ചെറുതായിട്ടൊന്ന് മുഞ്ചി. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവരുടെ ഫുള്ള് ടീം കൂടെ ഉണ്ടായി. നമ്മളത് കണ്ടില്ലായിരുന്നു. ഇപ്പം അവന്മാർ പയ്യ 4 നമ്പർ വേറെ ഓടിയായിരുന്നു. അതേപോലെ തന്നെ മറ്റേ 2 നമ്പർ നോക്കായി. 3 നമ്പർ ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നു. മായാവി അടിക്കുന്നുണ്ട്. അപ്പം ഇവൻ്റെ അടുത്ത് ഞങ്ങൾ പോയി റിവൈവ് ചെയ്യാൻ പറയാറുണ്ട്. പക്ഷേ ഇവിടെ എനിമി ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. ഇവിടെ എനിമി ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ 800 ടോക്കൺ ഉണ്ട്. മുമ്പിലൊരു 200 കൂടിയും കിട്ടും. പക്ഷെ ഇവിടെ എനിമി ഉണ്ട് ഗൈസ്. ആ പ്രശ്നം. അതേനാ നമുക്ക് വെച്ച് ഫുള്ള് കുത്തിവിടും. അവിടെ എനിമി ഉണ്ട്. ഇവൻ റിവൈവ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് എനിമി ഉണ്ട്. ഇവിടെ വെച്ച് ഫുള്ള് കുത്തി പിടിക്കണം. അങ്ങനെ അവൻ നോക്കിയിട്ടുണ്ട് ഗൈസ്. മറ്റവൻ അവൻ 2 കില്ലെടുത്ത് ഗൈസ്. 4 നമ്പർ. ഇവൻ 1300 ടോക്കണായി ഗൈസ്. ഇനി നമ്മളെല്ലാവരെയും പൊക്കാൻ പറ്റുമായിരിക്കും. പറ്റും. അപ്പോൾ അവൻ അങ്ങോട്ട് ഓടുന്നുണ്ട്. മുമ്പിൽ ആ ടോക്കണും കൂടി എടുത്തതിന് കഴിഞ്ഞാൽ സെറ്റാണ്. അവനവിടെ ഫൈറ്റ് ചെയ്യണ്ട. ഇവിടെ ഫ്രണ്ടിൽ ഫുൾ എനിമിയാണ് ഗൈസ്. ഫുൾ എനിമിയാണ്. അപ്പോൾ അവനവിടെ നോക്കി നിൽക്കുകയാണ്. അവൻ ഓടുള്ള ടോക്കൺ എടുത്തിട്ടുണ്ട് അവിടെ ഒരു ഇവനാണെങ്കിൽ ഫുള്ള് ഇവൻ്റെ അടുത്ത് ഫുള്ള് ഇവൻ നോക്കായി ഗൈസ്. ഇവനെ നോക്കായി. ഇനി ഇവനെ ഒറ്റ എടുത്തനുള്ളൂ. അവന് ഇപ്പം അടിച്ചിട്ട് കഴിഞ്ഞാൽ കളി ഇവിടെ ഇപ്പം തീരും. അവനൊരു ടീം വൈപ്പ് എടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ടീം വൈപ്പ് എടുത്ത്. അപ്പോൾ അവിടെ ഒരുത്തനും കൂടി ഞാൻ കണ്ടു. അവന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി റിവൈവ് ചെയ്തിട്ട് ഇറങ്ങി ഞാൻ ഒരുത്തനും കൂടി കണ്ട്. അവൻ റിവൈവ് ചെയ്യാൻ പോകുന്നുണ്ട്. 1600 ടോക്കണായി. അപ്പോൾ നമ്മളെല്ലാവരും പൊക്കാൻ പറ്റും. ഇല്ല, 3 നമ്പറെ പൊക്കിയില്ലല്ലോ അവൻ. ഞാൻ പൊക്കിയില്ല ഗൈസ്. സൂപ്പർ ചെയ്താകൊണ്ടായിരിക്കും ടോക്കൺ തികഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളോട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അവൻ്റെ അടുത്ത് തന്നെ ഇറങ്ങി. അവനെ ലൂട്ട് ചെയ്ത് നമ്മൾ പയ്യെ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ ഫുൾ ഫൈറ്റാണ്. നമ്മൾ അവിടെ നിന്ന് പോകുന്ന നമ്മൾ ഭീമ സ്ട്രിപ്പ് എത്തി. അവിടെ എത്തിയപ്പം സോൺ കയറി. സോണിൽ നിന്ന് നമ്മൾ കയറി. അപ്പോൾ അവിടെ എനിമി ഫ്രണ്ടിലും ബാക്കിലൊക്കെ എനിമി ഉണ്ട് ഗൈസ്. ലാസ്റ്റ് സോൺ അവറായി. ഇനി 14 പേരും കൂടി അലയുണ്ട്. നമുക്കാണെങ്കിൽ 2 കില്ലും. നമുക്ക് ഈ മഷ്റൂമും കഴിച്ചേക്കാം. ഇവിടുന്ന് അവന്മാർക്ക് നീ സപ്പോർട്ട് ചെയ്യാൻ പോകാം. അവനോട് തന്നെ നോക്കായി. മറ്റവന് ഇപ്പം തന്നെ നോക്കാവും എന്നാണ് അവൻ പറയണേ. നമുക്ക് നോക്കാം ഗൈസ്. ഫ്രണ്ടിൽ ഗ്ലൂ വാളുണ്ടല്ലോ. ഒരു ടോക്കൺ എടുത്തേക്കാം. അപ്പോൾ എനിക്ക് റിവൈവ് ചെയ്യാൻ പറ്റുമെന്നില്ല. അവനും നോക്കായി ഗൈസ്. അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗ്ലൂ വാൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ അവൻ സ്കൈലറായിട്ട് നല്ല അടി അടിക്കുന്നുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഈ കളി ഇത്രേ ഉള്ളൂ. കളി ഇവിടെ തീരുന്നു. അടുത്തൊരു കളി കാണാം.